നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് താഴെത്തട്ടിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത നേതൃയോഗം പ്രിയദർശിനി മന്ദിരത്തിൽ കാസർകോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പണത്തേക്കാൾ ശക്തി മനുഷ്യസ്നേഹത്തിനും ധാർമ്മികതയ്ക്കുമുണ്ടെന്ന് തെളിയിക്കുന്ന ജനാധിപത്യവാദികളുടെ സമരമാണ് പയ്യന്നൂരിൽ നടക്കുന്നതെന്ന് CPIML കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രൊവിൻറ്റ്. ഹക്കീം സമരപ്പന്തലിലെത്തി നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവള്ളൂരിനടുത്ത് പെരളം ചിറ്റയിൽ പുലിയിറങ്ങിയെന്ന വാർത്ത പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ പലരും കണ്ടതായി അവകാശപ്പെട്ടത്. നഗരത്തെ ഭീതിയിലാഴ്ത്തി ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ ട്രാൻസ്ഫോമറിലാണ് ചൊവ്വാഴ്ച രാവിലെ അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സിന്റെയും KCB അധികൃതരുടെയും സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ചരിത്ര സ്മാരക സംരക്ഷണ സർവേയുടെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠന കേന്ദ്രം ഭാരവാഹികൾ പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സന്ദർശിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃത കെട്ടിടം പണിയുന്നതായി ആക്ഷേപം. നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയതായും ആക്ഷേപം. കൈപ്പാട് കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ ഏഴോം കൊട്ടിലയിലെ ദർശന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. കരിവള്ളൂരിലെ നെല്ലറയെന്ന് കീർത്തികേട്ട കുണിയൻ പാടശേഖരങ്ങളിലെ സമൃദ്ധിയും അപ്രത്യക്ഷമാവുകയാണ്. തരിച്ചിട്ടിരിക്കുന്ന ഈ പാടശേഖരങ്ങൾ ഇപ്പോൾ കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങൾ. വാർത്തകൾ വിശദമായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനായി കോൺഗ്രസ് താഴെത്തട്ടിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത നേതൃയോഗം പ്രിയദർശിനി മന്ദിരത്തിൽ കാസർകോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. യുദ്ധകാലടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളിലും കോൺഗ്രസ് പ്രവർത്തകരെ വോട്ടർമാരാകാൻ അർഹതയുള്ള മുഴുവൻ ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനു വേണ്ടി വാർഡ് തല കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, DCC ജനറൽ സെക്രട്ടറിമാരായ KV ഗംഗാധരൻ, PK ഫൈസൽ, KK രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. C ദാമോദരൻ സ്വാഗതവും T ധനഞ്ജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പണത്തേക്കാൾ ശക്തി മനുഷ്യസ്നേഹത്തിനും ധാർമ്മികതയ്ക്കുമെന്ന് തെളിയിക്കുന്ന ജനാധിപത്യവാദികളുടെ സമരമാണ് പയ്യന്നൂരിൽ നടക്കുന്നതെന്ന് CPML കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രൊവിൻറ്റ് അഭിപ്രായപ്പെട്ടു. ഹക്കീം സമരപ്പന്തലിലെത്തി നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തും ചെയ്യാൻ മടിക്കാത്ത ഏറ്റവും ദുഷ്ടമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അധികാര സംവിധാനങ്ങളിൽ ഒരു സാധാരണ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു എന്നോ മരിച്ചു എന്നൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും അതൊരു ചുക്കുമില്ലാത്ത കാര്യമാണ്. ഇത് ചോദ്യം ചെയ്യേണ്ടി വരും. ഹക്കീം എന്ന സാധാരണ മനുഷ്യനെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്താൻ സംയുക്ത സമരസമിതി നടത്തുന്ന സമരം ഉദാത്തമായ മാനവബോധത്തിലൂന്നിയുള്ളതാണ്. പണത്തേക്കാൾ വലിയ ശക്തിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ജനാധിപത്യവാദികളുടെ സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഊഹമൂലധന സംവിധാനം നിയന്ത്രിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ സത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണെന്നും PN പ്രൊവിൻറ്റ് പറഞ്ഞു. CPML ജില്ലാ സെക്രട്ടറി സണ്ണി അമ്പാട്ട്, N സുബ്രഹ്മണ്യൻ മാസ്റ്റർ, T പുരുഷോത്തമൻ, ജോസഫ് ജോൺ എന്നിവർ സംബന്ധിച്ചു. കരിവള്ളൂരിനടുത്ത് പെരളം ചിറ്റയിൽ പുലിയിറങ്ങിയെന്ന വാർത്ത പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് പുലിയിറങ്ങിയതെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ പലരും കണ്ടതായി അവകാശപ്പെടുന്നു. സഹോദരനോടൊപ്പം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിൽ പോവുകയായിരുന്ന പുത്തൂർ സ്വദേശി ഗണേശനാണ് റോഡിൽ അജ്ഞാത ജീവിയെ കണ്ടത്. കാറിന്റെ വെളിച്ചം കണ്ടയുടൻ പുലിയോട് സാദൃശ്യമുള്ള ജീവി ഓടിപ്പോവുകയായിരുന്നത്രേ.
സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. പയ്യന്നൂർ പോലീസ് വിവരമറിയിച്ചത് പ്രകാരം തളിപ്പറമ്പിൽ നിന്ന് വനം വകുപ്പ് അധികൃതർ ചീറ്റയിലെത്തി പരിശോധന നടത്തി. കാൽപാദത്തിൻ്റെയോ പുലി ഇറങ്ങിയതായി മനസ്സിലാക്കാവുന്ന മറ്റെന്തെങ്കിലുമോ അടയാളങ്ങൾ ലഭിക്കുകയുണ്ടായില്ല. തളിപ്പറമ്പ് വനം വകുപ്പ് സെക്ഷൻ ഓഫീസർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടത്തിയത്. നഗരത്തെ ഭീതിയിലാഴ്ത്തി ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ ട്രാൻസ്ഫോമറിലാണ് ചൊവ്വാഴ്ച രാവിലെ അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സിന്റെയും KSEB അധികൃതരുടെയും സംയോജിത ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. ചൊവ്വാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ ട്രാൻസ്ഫോമറിൽ നിന്നും പുക ഉയരുന്നത് കണ്ടാണ് ജനങ്ങൾ സംഭവം അറിയുന്നത്. തുടർന്ന് ട്രാൻസ്ഫോമറിന് തീപിടിക്കുകയായിരുന്നു. തീ പടരാൻ തുടങ്ങിയതോടെ പരിഭ്രാന്തരായ ജനങ്ങളും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസും ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രചരണം കൂടിയായതോടെ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചു. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠന കേന്ദ്രം ഭാരവാഹികൾ ചരിത്ര സ്മാരകമായ പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സന്ദർശിച്ചു. നാശോന്മുഖമായ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സമീപകാലത്ത് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്ര പഠന കേന്ദ്രം. നിരവധി ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സംരക്ഷണമില്ലാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഘടന കെട്ടിടത്തിൻ്റെ സംരക്ഷണ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. കെട്ടിടം പുരാവസ്തുവായി ഏറ്റെടുക്കുവാനുള്ള തീരുമാനം സർക്കാർ നേരത്തെ കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. KP കുഞ്ഞിക്കണ്ണൻ ചെയർമാനായുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്ര പഠന കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ടപ്പൊതുവാൾ ഉൾപ്പെടെ നിരവധി പേർ അംഗങ്ങളായുണ്ട്. സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ സംഘം സന്ദർശനം നടത്തിയത്. ഓഗസ്റ്റ് 9 ഈ ചരിത്ര സ്മാരകം ശുചീകരിക്കാൻ സംഘടന തീരുമാനിച്ചതായി KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. സമാരാധ്യരായ സ്വാതന്ത്ര്യ സമര സേനാനികളായ ശ്രീ VP അപ്പുക്കുട്ടൻ, ശ്രീ KN കണ്ണോത്ത് തുടങ്ങിയ നമ്മോടൊപ്പമുള്ള മഹാരഥന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠന കേന്ദ്രം എന്ന രീതിയിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ഈ നാട്ടിൻ്റെ അതിപ്രധാനമായ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ടപ്പൊതുവാൾ, VN എരിപുരം, KN കണ്ണോത്ത്, EK പൊതുവാൾ, VM ദാമോദരൻ, KV ബാലൻ എന്നിവരും കുഞ്ഞിക്കണ്ണനൊപ്പം ഉണ്ടായിരുന്നു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിട നിയമ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃത കെട്ടിടം പണിയുന്നതായി ആക്ഷേപം. നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയതായും ആക്ഷേപമുയരുന്നു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്താണ് സ്വകാര്യ വ്യക്തി നിയമം ലംഘിച്ച് ഇരുനില കെട്ടിടം പണിതത്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ തോടിനോട് ചേർന്ന് കെട്ടിട നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. വിവാദമായതിനെ തുടർന്ന് നിർത്തിവെച്ച കെട്ടിടം പണി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കി പഞ്ചായത്തിൻ്റെ അനുമതി തേടുകയായിരുന്നു. ഇടുങ്ങിയ സ്ഥലത്ത് മറ്റൊരു കെട്ടിടത്തോട് ചേർന്നാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചെറിയ വാതിൽ നിർമ്മിച്ച് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ബസ് സ്റ്റാൻഡിന് അഭിമുഖമായി ഷട്ടർ ഘടിപ്പിച്ച് അനധികൃതമായാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഏഴോം പഞ്ചായത്തിലെ കണ്ണോത്ത് ദരിദ്ര കുടുംബത്തിന് സർക്കാർ ധനസഹായത്തോടെ വീട് നിർമ്മിച്ചപ്പോൾ അനുമതി നിഷേധിച്ച ഏഴോം പഞ്ചായത്ത് ഇത്തരത്തിൽ പണമുള്ളവൻ കെട്ടിടം പണിയുമ്പോൾ അനുമതി നൽകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വനിതകൾക്ക് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ താക്കോൽദാനം നിർവഹിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 4 പേർക്കാണ് ഓട്ടോറിക്ഷ വിതരണം ചെയ്തത്. നടപ്പുവർഷ പദ്ധതിയിൽ കൂടുതൽ പേർക്ക് ഓട്ടോറിക്ഷ നൽകാനും പദ്ധതിയുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഗുണഭോക്താക്കളായ പട്ടികജാതി വനിതകൾക്ക് താക്കോൽ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ VK ബാവ,
അഡ്വക്കേറ്റ് MTP കരീം, വൈസ് പ്രസിഡന്റ് PV പത്മജ, അംഗങ്ങളായ M മാലതി, K കണ്ണൻ, P തങ്കമണി, അസിസ്റ്റന്റ് സെക്രട്ടറി K രമേശൻ എന്നിവർ സംബന്ധിച്ചു. കൈപ്പാട് കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ ഏഴോം കൊട്ടിലയിലെ ദർശന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. ഏഴോം കോട്ടക്കീഴിലെ 3 ഏക്കറയോളം വരുന്ന കൈപ്പാട് കൃഷി ഭൂമിയിലാണ് ഇവർ നെൽകൃഷി നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏഴോം കോട്ടക്കൽ പ്രദേശത്ത് നെൽകൃഷിയിൽ വിജയം കൈവരിക്കുകയാണ് ഒരു സംഘം യുവാക്കളുടെ കൂട്ടായ്മ. കെയറോസിന്റെ കീഴിൽ കൊട്ടില പോപ്പ് കോളനിയിൽ പ്രവർത്തിക്കുന്ന 15ഓളം യുവാക്കളുടെ കൂട്ടായ്മയാണ്. വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന ഇവർ ജോലിക്ക് പോകുന്നതിന് മുൻപ് അതിരാവിലെ എത്തിയാണ് കൃഷിപ്പണി ചെയ്യുന്നത്. 7, 2, 3 എന്നീ നെൽവിത്തുകളാണ് കൃഷി ചെയ്യുന്നത്. വാർഡംഗം K ചന്ദ്രന്റെ സഹായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവരെ നെൽകൃഷിയിലേക്ക് ആകർഷിച്ചത്. കാവുജൽ പള്ളി ഇടവക വികാരി ഫാദർ ഹാരിഷാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. സംഘം സെക്രട്ടറി K സത്യരാജൻ, പ്രസിഡന്റ് അനീഷ് K, സംഘത്തിലെ മുതിർന്ന പ്രവർത്തകരായ ജോസ് തെക്കൻ, വിനോദ്, സത്യൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് നേതൃത്വം നൽകുന്നത്. ആധുനിക യുഗത്തിൽ യുവതലമുറ കാർഷിക വൃത്തിയോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ മണ്ണിനെ സ്നേഹിച്ച് പുതിയ കാർഷിക വിപ്ലവത്തിന് വഴിയൊരുക്കുകയാണ് ദർശനയുടെ പ്രവർത്തകർ. കരിവെള്ളൂരിന്റെ നെല്ലറയെന്ന് കീർത്തികേട്ട കുണിയൻ പാടശേഖരങ്ങളിലെ സമൃദ്ധി അപ്രത്യക്ഷമാവുകയാണ്. പോയ കാലത്ത് പച്ച വിരിച്ചു കിടന്ന ഈ പാടങ്ങൾ സമൃദ്ധിക്കൊപ്പം ചരിത്രവും വിളഞ്ഞ സമരനിലങ്ങൾ കൂടിയായിരുന്നു. തരിച്ചിട്ടിരിക്കുന്ന ഈ പാടശേഖരങ്ങളിൽ ഇപ്പോൾ കന്നുകാലികൾ മേഞ്ഞു നടക്കുകയാണ്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ നെല്ലറിയാണ് കുണിയൻ. തെക്കനങ്കൂർ, കുണിയൻ പടിഞ്ഞാറ് എന്നീ 2 പാടശേഖരങ്ങളിലായി 50 ഏക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുന്നതാണ് കുണിയൻ പാടശേഖരം. ഭൂരിഭാഗം സ്ഥലത്തും വർഷത്തിൽ 2 തവണ കൃഷി ഇറക്കാറുണ്ട്. ആളും ആരവും ഒഴിഞ്ഞ നേരമില്ലായിരുന്നു ഒരു കാലത്ത് കുണിയൻ പാടശേഖരത്ത്. കർഷക സമരങ്ങളുടെ മഹത്തായ പാരമ്പര്യം കുണിയൻ പാടശേഖരങ്ങൾക്ക് പറയുവാനുണ്ട്. എന്നാൽ ഇന്ന് അതൊക്കെ ഓർമ്മകൾ മാത്രം. കാർഷിക സമൃദ്ധിയൊക്കെ കുണിയനിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. വെറുതെ കിടക്കുന്ന വയലുകൾ ആരിലും നൊമ്പരമുണർത്തും. പ്രകൃതിയും സർക്കാരുമാണ് തങ്ങളെ വയലുകളിൽ നിന്ന് പുറന്തള്ളിയതെന്ന് കർഷകർ പറയുന്നു. ഇപ്രാവശ്യം രണ്ടാമത് ഇറക്കണമെന്ന് തീരുമാനിക്കാൻ പ്രയാസമാണ്. എന്താ കാരണം വെച്ചാൽ എല്ലാം ഒരു ഉപ്പുവെള്ളത്തിൻ്റെ ഇതുകൊണ്ട് ആ ഉപ്പ് കഴുകി കളയാൻ തന്നെ ഒരുപാട് പണിയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ്. പിന്നെ ഒന്ന് പറയാനില്ലെന്ന് വെച്ചാൽ നെല്ലിന് വില കുറവാണ്. പിന്നെ ഈ നെല്ലാണ് ഇപ്പം കിട്ടിയ നെല്ലാണ് കടി കൊണ്ടുപോയി വിൽക്കാനും പറ്റില്ല. അതെല്ലാം ചട്ടയും കാലി പുല്ലാതെ കാലി തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം 1 ഏക്കർ സ്ഥലത്ത് വിളവിറക്കിയ ശ്രീധരൻ ഇത്തവണ ആ വഴിക്ക് പോയിട്ടേയില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ നഷ്ടം ഇനിയും തീർന്നിട്ടില്ല എന്നതുതന്നെ. കാരി അണക്കെട്ടിൽ സർക്കാർ യഥാസമയം തടയണ കെട്ടാത്തതുമൂലം ഉപ്പുവെള്ളം കുണിയൻ പാടശേഖരങ്ങളിലേക്ക് കയറുന്നതാണ് കൃഷിയിൽ നിന്നും കർഷകരെ അകറ്റാൻ പ്രധാന കാരണം. അധികൃതരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ ഐതിഹാസികമായ നെല്ലെടുപ്പ് സമരം നടന്ന കുണിയനിലെ വയലുകൾ തരിച്ചായി പോവുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാഠപുസ്തക വിതരണം നടത്തി. പാഠപുസ്തക വിതരണത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം വെള്ളൂർ ഹൈസ്കൂളിൽ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് CV രഹ്നേജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ പാഠപുസ്തക വിതരണം ഇനിയും നടക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് SFI പാഠപുസ്തക വിതരണവുമായി ഇറങ്ങിത്തിരിച്ചത്. 8ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തക വിതരണമാണ് നടന്നത്. ചടങ്ങിൽ P സുധീൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K മനുരാജ്, ലജീഷ് MK, KSTA യൂണിറ്റ് പ്രസിഡന്റ് സുരേശൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. കരിവെള്ളൂർ, രാമന്തളി, പയ്യന്നൂർ, കോറോം, തായ്നേരി തുടങ്ങിയ ഏരിയയിലെ മുഴുവൻ സ്കൂളുകളിലും പാഠപുസ്തക വിതരണം നടന്നു. രാമന്തളി ശാഖ, മുസ്ലിം ലീഗ്, അബുദാബി രാമന്തളി മുസ്ലിം യൂത്ത് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 120ഓളം നിർധന കുടുംബങ്ങൾക്ക് ശിഹാബ് തങ്ങൾ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പെരിങ്ങോ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. PM ലത്തീഫ് അധ്യക്ഷനായി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി ആലോചനാ യോഗം. പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ ടൗണിൽ അടിക്കടി ഉണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങളെയും തുടർന്നുണ്ടാകാറുള്ള വഴക്കുതർക്കങ്ങളെയും പൊതുജനങ്ങൾ നേരിടുന്ന ഗതാഗതക്കുരുക്കിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി പ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ യോഗം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ ചേർന്നത്. മത്സ്യ മാർക്കറ്റിന് സമീപത്തെയും വള്ളാപ്പ് ജംഗ്ഷനിലെയും രൂക്ഷമായ ഗതാഗത സ്തംഭനം പരിഹരിക്കുന്നതിനെക്കുറിച്ച് സജീവമായ ചർച്ച നടന്നു.
ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കുന്നതോടൊപ്പം മാർക്കറ്റിന്റെ പ്രവേശന കവാടം മുതൽ നെഹ്റു സ്തംഭം വരെ യാതൊരുവിധ പാർക്കിങ്ങും അനുവദിക്കരുതെന്ന നിർദ്ദേശവുമുണ്ടായി. ബസ് സ്റ്റാൻഡിൽ നിലനിന്നു വരുന്ന സ്വകാര്യ വാഹന പാർക്കിംഗ് അനുവദിക്കാതെ ബസ് സ്റ്റാൻഡ് മുഴുവൻ ബസ്സുകൾക്കും ബസ് യാത്രക്കാർക്കും ഉപയോഗിക്കാനുള്ള സൗകര്യമൊരുക്കുന്നതോടൊപ്പം ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗം അതിരിട്ട ഡ്രൈനേജ് മാറ്റി റോഡിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ടാക്സി സ്റ്റാൻഡ് സൗകര്യമൊരുക്കുവാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് AGC ബഷീർ, വൈസ് പ്രസിഡന്റ് PV പത്മജ, VK ബാവ, MTP കരീം, പഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് മെമ്പർമാരായ K കണ്ണൻ, പ്രഭാകരൻ, സർവകക്ഷി പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സബ് ഇൻസ്പെക്ടർ കൺവീനറും ജോയിന്റ് RTOയും അടങ്ങുന്ന ഔദ്യോഗിക ട്രാഫിക് കമ്മിറ്റി ജൂലൈ 15 വിളിച്ചു ചേർന്ന യോഗ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അതോടെ തൃക്കരിപ്പൂരിന്റെ ഗതാഗത കുരുക്കൊഴിക്കാൻ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ടൗണിലുള്ള ഇന്നത്തെ ഗതാഗത സ്തംഭനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നിലവിലുള്ള സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് പൂർണ്ണമായും ബസ് യാത്രക്കാർക്കും ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കി മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ധാരണകളൊക്കെ വരുന്ന ട്രാഫിക് കമ്മിറ്റിയുടെ ഔദ്യോഗിക യോഗം തീരുമാനിച്ചതിന് ശേഷം അടിയന്തരമായും നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആധുനിക രീതിയിലുള്ള അലങ്കാരങ്ങളോ കണ്ണാടികളോ ഇല്ലാതെ ഫാഷൻ പ്രളയത്തിനു മുന്നിൽ തീർത്തും പഴമയുടെ പുതുമയുമായി കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലെ CK പപ്പേട്ടന്റെ ബാർബർ ഷോപ്പ്. അലങ്കരിച്ച ചില്ലുമേടകളോ കറങ്ങുന്ന പങ്കകളോ ഇല്ലാതെ മൺകട്ടയും ഓലയും ഉപയോഗിച്ച് നിർമ്മിച്ച കടയിൽ കഴിഞ്ഞ 43 വർഷക്കാലമായി തികച്ചും അനാർഭാടമായി ബാർബർ ഷോപ്പ് നടത്തി വരികയാണ് കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലെ CK പത്മനാഭൻ എന്ന പപ്പേട്ടൻ. നാട്ടിൻപുറങ്ങളിൽ പോലും ആഡംബര ഷോപ്പുകൾ വാഴുമ്പോൾ പപ്പേട്ടന്റെ ഈ നാച്ചുറൽ AC ബാർബർ ഷോപ്പ് വേറിട്ട കാഴ്ചയാവുകയാണ്. 43 വർഷം മുമ്പ് തറവാട് ഭാഗിച്ചപ്പോൾ കിട്ടിയ 2 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കടയും ഇന്ന് ഏറെ കൗതുകം ജനിപ്പിക്കുന്നു. പൂർണ്ണമായും മൺകട്ട കൊണ്ട് നിർമ്മിച്ച ചുമരും ഓടിട്ട മേൽക്കൂരയും 3 വശങ്ങളിലായി ഓല കൊണ്ട് കെട്ടിയ മറയും ചാണകം മെഴുകിയ തറയുടെ നടുവിൽ ഒരു മരക്കസേരയും ഇത്രയും മാത്രമാണ് പപ്പേട്ടന്റെ ബാർബർ ഷോപ്പിലുള്ളത്. വാതിലുകളില്ലാതെ എല്ലാ സമയത്തും തുറന്നിട്ടിരിക്കുന്ന ഷോപ്പ്. കണ്ടംകുളങ്ങര മെയിൻ റോഡിന് സമീപത്തെ ഈ ബാർബർ ഷോപ്പിൽ ആളൊഴിഞ്ഞ നേരമില്ല. കടയുടെ മുന്നിലായി കുളിർമ പകരാനായി ഒരു നെല്ലുമരവുമുണ്ട്. ഈ കട്ടപ്പോരേൻ്റെ സുഖം നിങ്ങളെ കോൺക്രീറ്റ് ബാർബിൽ കിട്ടൂല. ഇപ്പോൾ ഈ തലമുറക്കൊന്നും ഇത് പിടിക്കണമെന്നില്ല. പക്ഷേ പഴയ തലമുറ ഇപ്പോൾ വന്നുകൊണ്ടും അവരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കും. സ്ഥാപനത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കുളിർമയുണ്ട്. പിന്നെ ഒന്നും ഇവിടെ ഈ കൃത്രിമൊന്നുമില്ല. എല്ലാം പ്രകൃതിയുടെ ഇതാണ്. ഇതൊക്കെയാണ് നമ്മളെ പ്രത്യേകത. പിന്നെ ആരോഗ്യത്തിന് ഒരു ബുദ്ധിമുട്ട് ഇന്നില്ല. കത്തുന്ന വേനലിലും ഇവിടെ കുളിർമയാണെന്ന് സ്ഥിരമായി ഇവിടെ മുടിമുറിക്കാനെത്തുന്ന പത്മനാഭൻ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. കുഞ്ഞിമംഗലം ഗ്രാമത്തിൻ്റെ ആദ്യമായി ഉണ്ടായ ഒരു സ്ഥാപനം മാതിരിയാണ്. കാരണം പഴയ തലമുറക്കാർ മുമ്പ് ഈ ഓലമേഞ്ഞ കെട്ടിടത്തിനകത്ത് വെച്ചിട്ടാണ് ഈ ക്ഷൗരങ്ങളൊക്കെ ചെയ്യാറ്. ഇപ്പോൾ പ്രകൃതി സുന്ദരമായ എയർ കണ്ടീഷൻ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വയോധികന്മാരും പിഞ്ചുകുട്ടികളടക്കം ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ തൽക്കാലം ഇതിനോട് വെച്ചൊന്നേ ഉള്ളൂ. അത് യാതൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ പപ്പേട്ടന്റെ രസം പിടിച്ച രാഷ്ട്രീയ വർത്തമാനം കേൾക്കാനും ആൾക്കാർ ഒത്തുകൂടുന്നു. മൺകട്ട കൊണ്ട് നിർമ്മിച്ച ചുമരിനെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രവും കലണ്ടറുകളും ആകർഷകമാക്കുന്നു. കാതടപ്പിക്കുന്ന പാട്ടുകളും അലങ്കാര ദീപങ്ങളും പരിഷ്കാര കണ്ണാടിക്കാഴ്ച ഭ്രമങ്ങളിലൊന്നുമില്ലാത്ത ഈ ലളിതമായ കടയിലും മുടിവെട്ടിക്കാൻ ആളൊഴിയുന്നുമില്ല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ഫോട്ടോഗ്രാഫി രംഗത്ത് അനുഭവപ്പെടുന്ന പ്രതിസന്ധികളെ കൂട്ടായ്മയിലൂടെ നേരിടുന്നതിനും അംഗങ്ങൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ നേടിയെടുക്കുന്നതിന് ഗവൺമെന്റിന്റെ തലത്തിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് സർക്കാർ അംഗീകൃത ഐഡന്റിറ്റി കാർഡ് അനുവദിക്കണമെന്നും യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് പ്രശാന്ത് തൈക്കടപ്പുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ ഫോട്ടോ ഫാസ്റ്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC അബ്രഹാം, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ വെടിക്കുന്ന്, ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് നിലായി, മേഖലാ സെക്രട്ടറി അനൂപ്, മുഹമ്മദ് കുഞ്ഞി, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളെ അനുമോദിച്ചു. സമ്മേളനത്തെ തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. കരിവള്ളൂർ ദേശീയപാതയോരത്ത് ഒരു വർഷമായി മഴയും വെയിലും ഏറ്റുകിടന്നിരുന്ന മരത്തടികൾ ഒടുവിൽ ലേലം ചെയ്യാൻ നടപടിയായി. കഴിഞ്ഞ വർഷം കാറ്റിൽ പൊട്ടിവീണ ഈ മരങ്ങൾ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് ഇവിടെ കിടന്ന് ദ്രവിച്ചു തുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ വർഷം കാറ്റിലും മഴയിലും ദേശീയപാതയിലേക്ക് വീണ് മുറിച്ചുമാറ്റിയ മരങ്ങളാണ് ഒടുവിൽ ലേലം ചെയ്തു കൊടുക്കാൻ തയ്യാറായത്. ദേശീയപാതയോരത്തെ മരങ്ങൾ വിൽപ്പന നടത്തുവാൻ വനം വകുപ്പിനാണ് അധികാരം. ദേശീയപാതയോരത്ത് കരിവള്ളൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് എതിർവശം കൂട്ടിയിട്ട മരങ്ങളാണ് ഒരു വർഷത്തിനു ശേഷം ലേലം ചെയ്യുന്നത്. 65,000 രൂപയാണ് വനം വകുപ്പ് ഇതിന് വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. മരക്കഷ്ണങ്ങൾ പലപ്പോഴും കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് വൻ ജാതിമരം ഉൾപ്പെടെ നിരവധി മരങ്ങൾ കടപുഴകി വീണത്. ഒരു വർഷം കഴിഞ്ഞാണ് മരങ്ങൾ ലേലം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നത്. ലേലം ജൂലൈ 8-ന് കരിവള്ളൂരിൽ നടക്കും. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ പദ്ധതി വിശദീകരണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന് കീഴിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൻ്റെ കീ പോസ്റ്റായി പ്രവർത്തിക്കുന്നവരാണ് പ്രൊഫഷണൽ ഭാരവാഹികൾ. അതുകൊണ്ടാണ് CDS മെമ്പർമാരെയും ADSന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എല്ലാവരും വെച്ചിട്ടില്ല. അപ്പോൾ അവരാണ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്ട്രീം ബോഡി എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. പഞ്ചായത്ത് തല ബോധവൽക്കരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻമാരായ VK ബാവ, അഡ്വക്കേറ്റ് MTP കരീം, T അജിത, വൈസ് പ്രസിഡന്റ് PV പത്മജ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് തല കോർഡിനേറ്റർ ബാബുരാജ് വിഷയാവതരണം നടത്തി. എല്ലാവിധ സേവനങ്ങളും വീട്ടുപടിക്കൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. എരമം നോർത്ത് LP സ്കൂളിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. നാടക സിനിമാ പ്രവർത്തകൻ ശിവകുമാർ കാങ്കോൾ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ബഷീർ ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ C വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. KP വിജയൻ, സോമൻ മാസ്റ്റർ, മനോഹരൻ നായർ, ശ്രേയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ABC സെയിൽസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. എടാട്ടെ ABC കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമത്തിൽ പയ്യന്നൂർ ജുമാ മസ്ജിദ് ഖത്തീബ് സിറാജുദ്ദീൻ ദാരിമി കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി V നന്ദകുമാർ, ഖാദർ, ABC പാർട്ണർമാരായ തസ്ലീം, ജുനൈദ്, തമീൻ എന്നിവർ പ്രസംഗിച്ചു. വിശുദ്ധ റമദാൻ കാരുണ്യത്തിന്റെയും സംയമനത്തിന്റെയും സഹജീവി പരിഗണനയുടെയും വിശുദ്ധമായ മാസമാണ്. അതിന്റെ അടയാളപ്പെടുത്തലുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള നോമ്പുതുറകളും ഇഫ്താർ മീറ്റുകളും. കേവലം ഒരു മതത്തിന്റെ അനുയായികൾ എന്നതിലുപരി പിലാത്തറ ലാസ്യ കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ ഭരതനാട്യം സിദ്ധാന്തവും പ്രയോഗവും എന്ന വിഷയത്തിൽ സ്വതോഹരണ ക്ലാസ് ബുധനാഴ്ച ലാസ്യ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പൽ കലാമണ്ഡലം ലതയുടെയും ഭരതനാട്യം പ്രൊഫസർ കലാക്ഷേത്ര വിദ്യാലക്ഷ്മിയുടെയും നേതൃത്വത്തിലാണ് സ്വതോഹരണ ക്ലാസ് നടക്കുക. കൂടാതെ ലാസ്യയിലെ ബിരുദാനന്തര വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കും. ക്ലാസിന്റെ ആദ്യാവതരണം ജൂലൈ 8-ന് വൈകുന്നേരം 5:30-ന് ലാസ്യ നാട്യമണ്ഡപത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. ഭരതനാട്യം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികളായ P അപ്പുക്കുട്ടൻ മാസ്റ്റർ, കലാമണ്ഡലം ലത, തമ്പാൻ കാമ്പ്രത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥ നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒപ്പം സമീപത്തെ വ്യാപാരികൾക്കും ദുരിതം സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് PWD നഗരസഭ അധികൃതരോട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. പഴയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്ത് വ്യാപാരികളെ കുടിയിറക്കിയ സ്ഥലത്തെ അനധികൃത ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കി റോഡ് വികസനം സുഗമമാക്കണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് നിവേദനത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇനി മാറ്റൊലി. സർക്കാർ നടപ്പിലാക്കുന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികളുമായി സഹകരിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉപദേശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് ശിവസേനയുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ തികച്ചും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഗൂഢ ലക്ഷ്യമാണ്
ശിവസേനയുടെ ഈ അഭിപ്രായത്തിൽ ഒളിഞ്ഞുകിടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടിൽ ഒതുക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വെച്ചാൽ ഹിന്ദുക്കൾ രണ്ടാകുമ്പോൾ മുസ്ലിങ്ങളും രണ്ടിൽ ഒതുക്കണം. അത് നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ഒരു മതേതര രാഷ്ട്രമാണ്. എന്നാലും ഇവിടുത്തെ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ പെരുപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ അതിനൊരു കടിഞ്ഞാൺ. രണ്ട് എന്നത് ശിവസേനയുടെ വർഗീയ അജണ്ടയാണ്, അത് ശരിയാണ്. പക്ഷെ എന്നാലും അതിൽ ഒതുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു ശരിയായ കീഴ്വഴക്കാണെന്നൊരു അഭിപ്രായമില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് ജനസംഖ്യ കൊണ്ടല്ല നമ്മുടെ നാട് ഇത്ര കുട്ടിച്ചോറാവുന്നു. കാരണം ജനസംഖ്യേൻ്റെ കാര്യമല്ല അത്. ശരിക്ക് രാജ്യത്തിൻ്റെ ഭരണസാരഥികളുടെ തെറ്റായ കീഴ്വഴക്കം കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ രാജ്യം വളരെ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. എല്ലാ സമ്പത്തും ഇവിടെയുണ്ട്. അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് ആവശ്യത്തിനനുസരിച്ച് മനുഷ്യൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിർവഹിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അതൊരു അടിച്ചമർത്തലിൻ്റെ ഭാഗമായി വരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സേവാ സംഘം അംഗങ്ങളുടെ മക്കളിൽ SSLC +2 ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. NV പത്മനാഭൻ സുരഭി നഗർ മമ്പലം വിലാസത്തിൽ ജൂലൈ 13-നകം അപേക്ഷ നൽകണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് വരവേൽപ്പ് സമ്മേളനം ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ മഹാത്മാ മന്ദിരം കോൺഗ്രസ് ഓഫീസിൽ നടക്കും. ചീമേനി തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ റാങ്ക് ജേതാവിന് അനുമോദനം ജൂലൈ 8 ബുധനാഴ്ച വൈകുന്നേരം 3:30 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് താഴെത്തട്ടിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത നേതൃയോഗം പ്രിയദർശിനി മന്ദിരത്തിൽ കാസർകോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പണത്തേക്കാൾ ശക്തി മനുഷ്യസ്നേഹത്തിനും ധാർമ്മികതയ്ക്കുമുണ്ടെന്ന് തെളിയിക്കുന്ന ജനാധിപത്യവാദികളുടെ സമരമാണ് പയ്യന്നൂരിൽ നടക്കുന്നതെന്ന് CPIML കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രൊവിൻറ്റ്. ഹക്കീം സമരപ്പന്തലിലെത്തി നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവള്ളൂരിനടുത്ത് പെരളം ചിറ്റയിൽ പുലിയിറങ്ങിയെന്ന വാർത്ത പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ പലരും കണ്ടതായി അവകാശപ്പെട്ടത്. നഗരത്തെ ഭീതിയിലാഴ്ത്തി ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ ട്രാൻസ്ഫോമറിലാണ് ചൊവ്വാഴ്ച രാവിലെ അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സിന്റെയും KCB അധികൃതരുടെയും സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ചരിത്ര സ്മാരക സംരക്ഷണ സർവേയുടെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠന കേന്ദ്രം ഭാരവാഹികൾ പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സന്ദർശിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃത കെട്ടിടം പണിയുന്നതായി ആക്ഷേപം. നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയതായും ആക്ഷേപം. കൈപ്പാട് കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ ഏഴോം കൊട്ടിലയിലെ ദർശന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. കരിവള്ളൂരിലെ നെല്ലറയെന്ന് കീർത്തികേട്ട കുണിയൻ പാടശേഖരങ്ങളിലെ സമൃദ്ധിയും അപ്രത്യക്ഷമാവുകയാണ്. തരിച്ചിട്ടിരിക്കുന്ന ഈ പാടശേഖരങ്ങൾ ഇപ്പോൾ കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങൾ. ഈ ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.